നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇറാൻ ഡയറക്ടീ ബോംബ് പ്രയോഗിച്ചേക്കാമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. പരമ്പരാഗത ആണവായുധങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തവും എന്നാൽ അതീവ അപകടകാരിയുമായ ഒന്നാണ് ഈ ഡയറക്ടീ ബോംബ്. ഇത് കൃത്യമായ അർത്ഥത്തിൽ ഒരു ആണവ ബോംബല്ല. ഡൈനാമിറ്റ് പോലുള്ള സാധാരണ സ്ഫോടക വസ്തുക്കളിൽ റേഡിയോ ആക്റ്റീവ് പൗഡറുകളോ തരികളോ കലർത്തിയാണ് ഇവ നിർമ്മിക്കുന്നത്. ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടനത്തോടൊപ്പം മാരകമായ ആണവ വികിരണ ശേഷിയുള്ള വസ്തുക്കൾ അന്തരീക്ഷത്തിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും പടരുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായതുപോലെ വൻ സ്ഫോടനം ഡയറക്ടീ ബോംബ് ഉണ്ടാക്കുന്നില്ല. ഒരു നഗരത്തിലെ ഈ ബോംബ് പതിച്ചാൽ അവിടുത്തെ വലിയൊരു പ്രദേശം ആണവ മാലിന്യങ്ങളാൽ മലിനമാക്കപ്പെടും. വികിരണ ഭീഷണി കാരണം ജനങ്ങളെ ഉടൻ തന്നെ ഒഴിപ്പിക്കേണ്ടി വരും. ആ പ്രദേശം വർഷങ്ങളോളം ഉപയോഗശൂന്യമായി തുടരും. സ്ഫോടനത്തിൽ മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ വികിരണ ഭീഷണിയിലാകുന്നത് രാജ്യത്തെ വലിയ സമ്മർദ്ദത്തിലാഴ്ത്തും. നിലവിൽ ഇറാന്റെ പക്കൽ ഏകദേശം 460 കിലോ സമ്പുഷ്ടീകൃത യുറേനിയം ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 60% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഒരു ഡയറക്ടീ ബോംബ് നിർമ്മിക്കാൻ ധാരാളമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലോക ചരിത്രത്തിൽ വരെ ഇതുവരെ യുദ്ധമുഖത്ത് ഡയറക്ടീ ബോംബ് പ്രയോഗിക്കപ്പെട്ടിട്ടില്ല എന്നതും ഈ ഭീഷണിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ 3 ആഴ്ചയായി നീണ്ടു നിൽക്കുന്ന യുദ്ധം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനിടയിലും ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആദ്യ ആഴ്ചകൾ തന്നെ ഏകദേശം ഒരു $80 കോടി നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ജോർദാനിലെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായ റഡാർ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളെ തകർക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെ സാരമായി ബാധിച്ചിരുന്നു. ഇതിനു പുറമെ 16 വിമാനങ്ങളും നിരവധി ഡ്രോണുകളും അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടതായി സൈനിക താവളങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഏകദേശം $31 കോടി നാശനഷ്ടം സംഭവിച്ചതായും കണക്കാക്കപ്പെടുന്നു. ഓരോ ദിവസവും കോടിക്കണക്കിന് ഡോളറാണ് യുദ്ധത്തിനായി അമേരിക്കയ്ക്ക് ചെലവാകുന്നത്. അത് സാമ്പത്തികമായും സൈനികമായും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുകയും മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യും. ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം മേഖലയിലെ അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ ശൃംഖലയെ തകർത്തെറിയുക എന്നതായിരുന്നു. ജോർദാൻ, UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ തന്ത്രപ്രധാനമായ ലൊക്കേഷനുകളിൽ ഇറാൻ നടത്തിയ മിസൈൽ വർഷം ഒരു പരിധിവരെ അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങളെ നിശ്ചലമാക്കിയിട്ടുണ്ട് എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ നിരീക്ഷണം. ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് കുവൈറ്റിലെ അലി അൽ സലീം, ഖത്തറിലെ അൽ ഉദൈദ്, സൗദിയിലെ പ്രിൻസസ് സുൽത്താൻ എന്നീ 3 പ്രധാന എയർബേസുകളിൽ ഇറാൻ ഒന്നിലധികം തവണ പ്രഹരമേൽപ്പിച്ചു. കെട്ടിടങ്ങൾക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി ഏകദേശം $31 കോടി നഷ്ടം കണക്കാക്കിയിരുന്നു. ഫെബ്രുവരി 28-ന് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ സൈനിക നീക്കങ്ങളിൽ ഇതുവരെ 13 US സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി നൽകുന്ന കണക്കനുസരിച്ച് US ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇതുവരെ ആകെ 3200 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. ഇതിൽ 1400 പേർ സാധാരണക്കാരാണ്. എന്തായാലും ഈ യുദ്ധം എവിടെ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.